സൗഹൃദങ്ങൾക്ക് വലിയ വാല്യൂ കൊടുക്കുന്ന ആളാണ് കേട്ടോ ജിൻഡോ. തുടക്കത്തിലൊക്കെ നമ്മൾ വെറും ഡ്രാമ എന്ന് കരുതിയിരുന്നെങ്കിലും ജിൻഡോ അങ്ങനെയല്ല, ഭയങ്കര സിൻസിയർ ആണ് റിലേഷൻഷിപ്സിൽ. അങ്ങനെ എല്ലാവരുമായിട്ടും ഫ്രണ്ട്ലി ആവത്തൊന്നുമില്ല, എല്ലാവരുമായിട്ടും കമ്പനി അടിക്കുന്ന ആളെയല്ല. പക്ഷേ ഒരിക്കൽ കമ്പനി അടിച്ച ആരൊക്കെ പറഞ്ഞാലും അങ്ങനെ പെട്ടെന്നൊന്നും പുള്ളി ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെ ബ്രേക്ക് ചെയ്യത്തില്ല. ജാൻമണിയായിട്ടുള്ള കാര്യം തന്നെ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ആദ്യ ആഴ്ചയിൽ വളരെ കുറച്ചു മാത്രം ടൈമിൽ അടുത്തിടപെട്ടവരാണ് രതീഷും ജിൻഡോയും. പക്ഷെ രതീഷിന്റെ അടുത്ത് ഭയങ്കര ഒരു അടുപ്പം ജിൻഡോയ്ക്ക് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ പൊതുവെ എല്ലാവരിൽ നിന്നും അകന്ന് ഒറ്റപ്പെട്ടെന്ന് ഗെയിം കളിക്കുന്ന ജിൻഡോയ്ക്ക് അവിടെ കിട്ടുന്ന സൗഹൃദങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ് അയാൾ കൊടുക്കുന്നത്. ജയിലിൽ കിടന്നപ്പോഴാണ് ഈ രതീഷുമായിട്ടുള്ള സൗഹൃദം ഭയങ്കര ശക്തമാവുന്നത്. പിന്നീട് രതീഷ് പോയപ്പോ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ട ആളും ജിൻഡോയാണ്. അതുപോലെ രതീഷ് ക്വിറ്റ് ചെയ്യാൻ പോയപ്പോ തടഞ്ഞ ആളും ജിൻഡോയാണ്. ഇന്നിപ്പോ സിബിൻ പുറത്തു പോകണമെന്ന് പറയുമ്പോഴും ജിൻഡോ പറയുന്നത്, എടാ നീ എനിക്ക് വേണ്ടെങ്കിലും ഒരു മാസം കൂടെ നില്ല ഇവിടെ. സിബിൻ പറയുന്നത് എനിക്കിനി ഇവിടുന്ന് ഒന്നും നേടാനില്ല ഏട്ടാ എന്ന് സിബിൻ ജിൻഡോയുടെ അടുത്ത് പറയാണ്. അപ്പോ ജിൻഡോ പറയുന്ന, എടാ നിനക്ക് നേടാനുണ്ട് ഇവിടുന്ന്, അത് നിനക്ക് പിന്നീട് മനസ്സിലാവും, നീ ഒരു മാസം എനിക്ക് വേണ്ടിട്ട് ഇവിടെ നില്ല എന്ന്